വാസുദം ശോകവിനാശ കാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം നമഃ. നക്ഷത്രപ്പെണ്ണേ മുന്നടി മുന്നടി പുല്ല് മുന്നടി കോളിലെ കണ്ണേ മുന്നടി മുന്നടി മിന്നടി നക്ഷത്രപ്പെണ്ണേ മുന്നടി മുന്നടി പുല്ല് മുന്നടി കോളിലെ കണ്ണേ നാടാകെ ചൊല്ലണ് നാട്ടാരും ചൊല്ലണ് കാടാന് കരളിരുന്ന് കൊടൽ കാടാണ് കൊടൽ കാടാന് കരളിരുന്ന് ഞാനൊന്ന് കൈയിലപ്പോ നീലക്കുയിലിന്റെ കൂടാണ് കണ്ടതയ്യ നീ കൂടാണ് കണ്ടതയ്യ എന്തെന്ന് നോക്കണേ എന്തെന്ന് നോക്കണേ ചന്ദീര മീനങ്ങളെ അയ്യോ ചന്ദീര അയ്യോ ചന്ദീര മീനങ്ങളെ ഞാനില്ല മേൽപോട്ട് ഞാനില്ല മേൽപോട്ട് കല്യാണ കേൾക്കലുണ്ട് താഴെ കല്യാണ കേൾക്കലുണ്ട്. ഓംകാരമായ പൊരുൾമൂന്നായി പിരിഞ്ഞുടനെ അങ്കാരമായ നിന്റെ സാക്ഷി അത് താൻ തന്നെ എന്ന് ബോധ്യം വരുത്തുവതിനാളായിരുന്ന പരമാചാര്യ രൂപ ഹരിനാരായണായ നമഃ. ഒന്നായ നിന്നെ രണ്ടെന്ന് കണ്ടളവിലുണ്ടായൊരിണ്ടൽ ഗതമിണ്ടാവതല്ല മമ. പണ്ടേ കണക്കെ വരുവാൻ നിൻ കൃപാവലികളെങ്കലുണ്ടാവലിക നാരായണായ നമഃ. ആനന്ദ ചിന്മയാ ഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവമതു തോന്നായിക വേണമിക. തോന്നുന്നതാകിലഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദാ നാരായണായ നമഃ. ഒന്ന് സൂചിക്കും ഒന്ന് കരഞ്ഞാലോടി എൻ്റെ വീട് തുറക്കും. ഓ എത്ര നല്ല സ്നേഹമെൻ്റെ യേശു, എത്ര നല്ല സ്നേഹമെൻ്റെ യേശു. പ്രിയപ്പെട്ടവരെ, നമ്മളിങ്ങനെ സമയം അധികം നീണ്ടുപോകണ്ടെന്ന് കരുതിയിട്ടാണ്. കാരണം ഒരു 12:30 ആകുമ്പോഴത്തേക്ക് നമ്മളുടെ മെയിൻ വിഭവ സമൃദ്ധമായ സദ്യയാണ് അല്ലെ. അതാണ് നമ്മളുടെ ലക്ഷ്യം മെയിനായിട്ട്. നമ്മളെല്ലാം ജീവിക്കുന്നത് അതല്ലേ, നമ്മുടെ ഉള്ളിലേക്ക് എല്ലാവരും ഇറങ്ങുക. ഏതായാലും നമ്മുടെ ഈ കൂട്ടായ സംഗമത്തിലൂടെ നമുക്ക് അങ്ങനെ ഒരുമിച്ചാവാൻ സാധിച്ചത് ദൈവത്തിന്
ഒരുപാട് നന്ദിയോടെ നമ്മളുടെ ഈ സംഗമം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈശ്വര പ്രാർത്ഥന. ഉയിരിന്നാദനേ ഉലകിന്നാദിയേ ഇരുളിൻ വീതിയിൽ തിരിയായി നീ വരൂ. ഉയിരിന്നാദനേ ഉലകിന്നാദിയേ ഇരുളിൻ വീതിയിൽ തിരിയായി നീ വരൂ. ആരംഭമെന്നും അഴലാഴങ്ങൾ നീന്താൻ നീ എന്ന നാമം പൊരുളേ. എന്റെ ഉൾപാതയിൽ ഉൾപ്പൂവു നീ തൂവീടുന്നു. എന്റെ കണ്ണീർ കടം തൂവാല പോൽ മായ്ക്കുന്നു നീ. ഉയിരിന്നാദനേ ഉലകിന്നാദിയേ ഇരുളിൻ വീതിയിൽ തിരിയായി നീ വരൂ. നമുക്ക് അമ്മയുടെ 11ാമത് വാർഷികമാണ്. അപ്പോൾ നമുക്ക് അമ്മയ്ക്ക് വേണ്ടി ആത്മാവിൻ്റെ നിത്യശാന്തിക്ക് വേണ്ടി ഒരു മിനിറ്റ് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഏതായാലും ഒരുപാട് സന്തോഷത്തോടെ നമ്മളുടെ ഈ 12 വർഷങ്ങള് നല്ല നിലയിൽ സ്നേഹതീരം വളർന്നു. ഇപ്പോൾ ഇതാ വളർന്ന് പരമാവധി നമ്മളുടെ റൂമുകളും അല്ലെങ്കിൽ സൗകര്യങ്ങളും നിറഞ്ഞിരിക്കുകയാണ്. 79 ഇൻമേറ്റ്സാണ് നമ്മൾ ആദ്യമായിട്ട് ഈ സ്നേഹതീരത്തായിരിക്കുന്നത്. അപ്പൊ അത്രയും അധികം നമ്മൾക്ക് സൗകര്യങ്ങൾ വന്നത് തന്നെ ദൈവത്തിന്റെ വലിയ നിശ്ചയവും അനുഗ്രഹവുമാണ്. യോഗാധ്യക്ഷൻ ശ്രീ ചേട്ടൻ, വേണു സാറ്, ശ്രീ ടി.എ. ജോൺ, കൂടാതെ നമ്മളുടെ ചെയർമാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. എത്തിച്ചേർന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിശിക്കൊണ്ടാണ് നടത്തിയത്. വിശിക്കലാണ് ദേവന്മാരാക്കിയത്. വിശിക്കില്ലെങ്കിലും നടക്കുക. നമ്മള് ലാവിഷ് അടിച്ച് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. അപ്പൊ അത്രയധികം വിശിക്ക് ഇവിടെ നിന്ന് വരുന്നില്ല, ബിൽഡിംഗ് പണി കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞിരുന്ന ആള് ഇന്ന് എങ്ങനെയൊക്കെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അപ്പൊ ആള് വന്നു. ആൾക്ക് നമ്മളുടെ എവരുടെയും പേരില് ഹാർദവമായ സ്വാഗതം. ഒപ്പം അധ്യക്ഷൻ മുരിയൻ സാറിനും വേണു സാറിനും ജോൺ സാറിനും എവരുടെയും പേരിൽ ഹാർദവമായ സ്വാഗതം. ഇതിനേക്കാളുപരി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും സ്നേഹം നിറഞ്ഞതുമായത് നമ്മളുടെ സ്നേഹാതീരത്തെ ബഹുമാനപ്പെട്ട അച്ഛനമ്മമാർ. അവർക്ക് ഒരുപാട് സ്നേഹത്തോടെ ഹാർദവമായ സ്വാഗതം. അതിനോടൊപ്പമാണ് നമ്മളുടെ സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. ഇവിടെയുള്ള തൊഴിലാളികൾ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി കുടുംബാംഗങ്ങൾ തന്നെയാണ് അവർ. നിസ്വാർത്ഥമായിട്ട് സേവനം ചെയ്യുക എന്നതാണ് ലക്ഷ്യം. നിസ്സാരമായ കുറച്ച് ശമ്പളം വാങ്ങിയിട്ട് ആ കടമ നിറവേറ്റി പോകുന്നവരല്ല ഇവിടെയുള്ള സ്റ്റാഫ്. ഓരോരുത്തർക്കും നിങ്ങൾക്ക് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും അവരുടെ ആ ഒരു പരിശ്രമങ്ങളും ക്ഷമയും സഹനവും. നമ്മളുടെ കുടുംബം, നമ്മളുടെ സ്ഥാപനം അതിനെ എത്രത്തോളം മഹത്തരമാക്കുക അല്ലെങ്കിൽ എത്രത്തോളം സ്നേഹമയമാക്കുക, അതിനുവേണ്ടി ദിവസേന ശ്രമിക്കുകയാണ് നമ്മുടെ സ്നേഹാതീരത്തിന്റെ 27 പേരടങ്ങുന്ന ഒരു കുടുംബമാണ്. അപ്പൊ ഇവിടെയുള്ള എല്ലാ സ്റ്റാഫിനും എവരുടെയും പേരിൽ ഹാർദവമായ സ്വാഗതം. പ്രത്യേകിച്ച് നമ്മളോടൊപ്പം ഇന്ന് ആയിരിക്കുന്ന
തിരുവണ്ണാമലയിൽ നിന്ന് 2 അതിഥികൾ എത്തിയിട്ടുണ്ട്. അവർക്കും നമ്മളുടെ ഏവരുടെയും പേരിൽ ആർദ്രമായ സ്വാഗതം. കൂടാതെ നമ്മളുടെ ട്രസ്റ്റീസ്, കുറച്ച് അതിഥികൾ, ഇൻമേറ്റ്സിന്റെ റിലേറ്റീവ്സ്, അങ്ങനെ എത്തിച്ചേർന്ന് നിൽക്കുന്ന നമ്മളുടെ നെയ്ബേഴ്സ് ഏവർക്കും ഒരുപാട് സ്നേഹത്തോടെ ആർദ്രമായ സ്വാഗതം. ഒരിക്കൽ കൂടി ഏവരും പ്രകാശം പരത്തുന്ന വിധത്തിൽ മനസ്സിനെ സന്തോഷത്തിലൂടെ പുഞ്ചിരിച്ചുകൊണ്ട് നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് ഹാർദവമായ സ്വാഗതം. എല്ലാവരും അടുത്തിരിക്കുന്ന ഓരോരുത്തർക്കും പരസ്പരം ഒരു സ്വാഗതം പറഞ്ഞു നോക്കിയാൽ, ഒന്ന് മുഖത്തോട് മുഖം നോക്കിയത്. നമ്മളുടെ ഈ കൂട്ടായ്മയിലേക്ക് അടുത്തിരിക്കുന്ന ഏവർക്കും പരസ്പരം ഒരു സ്വാഗതം. ഒരുപാട് സന്തോഷത്തോടെ നന്ദി. സെക്രട്ടറി ശ്രീ ബെനഡിക്ട്, ജോയിന്റ് സെക്രട്ടറി ശ്രീ ജോൺ, വേണു, ട്രസ്റ്റ് മെമ്പർമാരായ ശ്രീ അനിൽ, ട്രസ്റ്റിൻ്റെ ജോയിന്റ് സെക്രട്ടറി ശ്രീ ജസ്റ്റിൻ, ഇവിടുത്തെ കുടുംബാംഗങ്ങളെ, ജീവനക്കാരെ, നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം നമ്മുടെ വാർഷിക പരിപാടിയാണെന്ന്. അതോടൊപ്പം നാളെയാണ് അമ്മയുടെ മരണ ദിവസം, ജൂൺ 30. അത് നമ്മളിപ്പോൾ നമ്മുടെ വാർഷിക പരിപാടിയും ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവർക്കും സൗകര്യപ്രദമായ ഒരു ദിവസം നോക്കി നമ്മൾ നടത്താൻ തീരുമാനിച്ചു. നമുക്കറിയാം വാർഷികം എന്ന് പറയുമ്പോൾ ഇത് 15ാമത് വാർഷികമാണ്. സ്നേഹതീരം ദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ മൈക്കിളിൻ്റെ അമ്മയാണ്. ആ അമ്മയുടെ ഓർമ്മ നമ്മുടെ മനസ്സിൽ എന്നും ഈ സ്നേഹതീരം ഉള്ളിടത്തോളം കാലം എല്ലാവരിലും നിലനിൽക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കാരണം നമുക്കറിയാം ആ രീതിയിലാണെന്ന് ഇത്രയും വളർച്ചയിലേക്ക് എത്താനും ഇന്നിപ്പോൾ നമുക്കിവിടെ പുതിയതായി വന്നാൽ അഡ്മിറ്റ് ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരിക്കുകയാണ്. അപ്പോഴാണ് ദൈവം നമുക്ക് വേറൊരു മാർഗം കാണിച്ചു തന്നു, നമുക്കൊരു പുതിയ ബിൽഡിംഗ്, അതും ഉടനെ അടുത്ത ഡിസംബർ 15 മുമ്പ് തീർക്കണമെന്നാണ് നമ്മുടെ ചെയർമാൻ പറഞ്ഞിട്ടുള്ളത്. അതും അതുപോലെ തന്നെ ആകും. നല്ലൊരു പരിപാടിയോടുകൂടി നമുക്കത് ഉദ്ഘാടനം ചെയ്യാൻ സാധിക്കും. അതിലുപയോഗിക്കുന്ന എല്ലാവിധ സഹായ സഹകരണങ്ങളും നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ സ്ഥാപനത്തിന്റെ ചെയർമാൻ ശ്രീ മൈക്കിൾ ആത്മീയവും ആരോഗ്യവും അല്ലെങ്കിൽ ആത്മാവെന്നതിനെ കുറിച്ച് 2 വാക്ക് നിങ്ങളോട് സംസാരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, ചോദിക്കാനുണ്ടെങ്കിലും സംശയങ്ങളെല്ലാം അദ്ദേഹത്തോട് ചോദിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ചോദിച്ചില്ലെങ്കിൽ ഒരു കഥയും പറയാം, ഒരു കാര്യവും പറയാം. അങ്ങനെ എന്തെങ്കിലും ചോദിക്കാനുണ്ട? എന്ത് വിഷയം വേണമെങ്കിൽ ചോദിക്കാണ്ട. ഞാൻ കൊച്ചുനാളിലെ എവിടെയെങ്കിലും പോയ സമയത്ത് ആരെങ്കിലും ഓടിച്ചിട്ട വിശേഷം അറിയണമെന്ന് അതും ചോദിക്കാം. കാരണം എന്തെങ്കിൽ ഒന്നും മറച്ചു വെക്കാനില്ലാത്തതിനുള്ള സന്യാസി. ഒന്നുമില്ല അല്ലേ? അങ്ങനെ ഞാൻ കാര്യത്തിലോട്ട് കിടക്കാം. എന്റെ സ്വഭാവം ഞാൻ പറയാം. ഞാൻ എന്ത് കണ്ടാലും കുറ്റം പറയുന്ന ഒരാളാണ്. എന്ത് കണ്ടാലും ഞാൻ കുറ്റം പറയും. നിങ്ങളുടെ ഇരിപ്പ് കണ്ടാൽ പറയുന്നത് ശരിയല്ലെന്ന് പറയും. അങ്ങനെ ഒരാളുണ്ടായിരുന്നു നമ്മുടെ ഈ നാട്ടിൽ. അപ്പൊ അയാളുടെ വളരെ അടുത്തൊരാള് ഒരു വീട് വെച്ചു. വീട് വെച്ച സമയത്ത് എല്ലാവരെയും വിളിച്ചപ്പോഴത്തേക്ക് ഭാര്യ പറഞ്ഞ് അങ്ങേരെ വിളിക്കണ്ട, മൈത്രേട്ടനെ വിളിക്കണ്ട, വിളിച്ചാൽ അങ്ങേര് വന്ന് എന്തെങ്കിലും കുറ്റം പറഞ്ഞ് പരിപാടി കലക്കിയിട്ട് പോകണമെന്ന് പറഞ്ഞു. അപ്പൊ ഭർത്താവ് പറഞ്ഞ് എന്ത് കലക്കിയാലും മൈത്രേട്ടനെ വിളിച്ചില്ലെങ്കിൽ ആൾക്കാരൊക്കെ പറയും. അതിന്റെ ഒരു വിളിക്കാമെന്നും പറഞ്ഞ് വിളിച്ച് കാലത്ത് തന്നെ ഒരു 9 മണിക്കാണ് പരിപാടി തുടങ്ങുന്നത്. പുള്ളി ഒരു 8 മണിയായപ്പോ വന്നപ്പോ തന്നെ എല്ലാവരും പറക്കാൻ തുടങ്ങി. കാരണം എന്താണ് കുറ്റം? വീടിന്റെ കുറ്റം അകത്തോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ 100 കുറ്റം പറയാല്ല. എന്താണ് കുറ്റം എന്ന് പറഞ്ഞ് പുള്ളി ഇങ്ങനെ ഓരോ അറ്റം തുടങ്ങി നോക്കിയിട്ട്
ഇടക്കിടക്കുള്ള മുഖമൊക്കെ അങ്ങോട്ട് ചുമക്കും, പിന്നെ നേരെയാകും. ഇങ്ങനെ പല ഭാവ വ്യത്യാസം വന്നുള്ളത്. അവസാനം 1 മണിക്കൂർ പുള്ളി നോക്കി നടന്നിട്ടും ആ മുമ്പിലത്തെ കസേരകൾ കയറിയിരുന്നു. ഞാൻ കഴിഞ്ഞ 6 മാസം മുമ്പ് വന്നതിന് ശേഷം വന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പരിചയപ്പെട്ടിരിക്കാമെന്ന് മാത്രം പറയണം. എല്ലാവരും 6 മാസം മുമ്പുള്ളതാണ്. അതാണ് പറഞ്ഞത്. അവരൊന്ന് എണീക്കുകയാണെങ്കിൽ ഒന്ന് കാണാം. കൈവയ്ക്കാൻ മതി. എന്നാ എനിക്കൊന്ന് എത്ര പേരുണ്ട്? 2, 4, 5, 6 പേരെ ഒന്നും പരിചയപ്പെടാൻ വേണ്ടി വന്നു. ഇവിടെ ആരുണ്ട്? 7. ഞാനുമില്ലല്ല. ഇനി എന്തെങ്കിലും ചോദ്യം ചോദിക്കണേ ഞാൻ വന്നോളാം. ഇപ്പോഴാ നിർത്തുന്നു. ബഹുമാന്യ അധ്യക്ഷൻ, നമ്മുടെ എല്ലാമായ മൈക്കിൾ സാർ, ശ്രീ ജോൺ ബെനഡിക്റ്റ്, പിന്നെ ഇവിടെ കൂടിയിട്ടുള്ള പ്രിയപ്പെട്ടവർ, ഞാനൊരു ആരോഗ്യ പ്രവർത്തകനും കൂടിയാണ്. മരുന്നില്ലാത്ത ചികിത്സകളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ നമുക്ക് ഭക്ഷണം ഒന്ന് ക്രമീകരിച്ചുകൊണ്ട് യാതൊരുവിധ അസുഖമില്ലാതെ ജീവിക്കാൻ കഴിയും എന്ന് തെളിയിച്ചിട്ടുള്ള ഒരാളും കൂടിയാണ് ഞാൻ. 1987 മുതൽ ഭക്ഷണം കറക്റ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയും ആശുപത്രിയിൽ നിന്ന് അകന്ന് ജീവിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അത് തന്നെ നിങ്ങൾക്കും കഴിയും. ആഹാരമാണ് എല്ലാ ജീവികളെയും ആരോഗ്യവാന്മാരായിട്ട് മാറ്റുന്നത്. ഈ ഭൂമിയിൽ 87 ലക്ഷം ജീവജാലങ്ങളുണ്ട്. ആന, പുലി, കരടി, മനുഷ്യൻ അങ്ങനെ നോക്കിയാൽ 87 ലക്ഷത്തോളം ഉണ്ട്. അതിൽ എന്ത് ഭക്ഷണം കഴിക്കണം എന്ന് തീർച്ചയില്ലാത്ത ഒരു ജീവി ഉണ്ടെങ്കിൽ അത് നമ്മൾ മാത്രമേ ഉള്ളൂ, മനുഷ്യൻ മാത്രമേ ഉള്ളൂ. സ്വന്തം ഭക്ഷണത്തിൽ വിഷം കലർത്തി കഴിക്കുന്ന മറ്റൊരു ജീവിയുടെ പേര് പറയാം. സ്വന്തം ഭക്ഷണത്തിൽ വിഷം കലർത്തി കഴിക്കുന്ന മറ്റൊരു ജീവിയുടെ പേര് നിങ്ങൾക്ക് പറയാൻ കഴിയും? ഒരിക്കലും പറയാൻ കഴിയില്ല. നമ്മളുണ്ടാക്കുന്ന എല്ലാ ഭക്ഷണത്തിലും നമ്മൾ വിഷം ചേർത്തിരിക്കും. എന്നിട്ട് ഓടി നേരെ ആശുപത്രിയിൽ ചെന്ന് കിട്ടുന്ന ക്യാഷിൽ പകുതിയും അവിടെ ചെലവഴിക്കുന്നതാണ് നമ്മളുടെ ഒരു ശീലം. ബാക്കിയുള്ള എല്ലാ ജീവജാലങ്ങളും പ്രകൃതിപരമായിട്ടുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ട് യാതൊരുവിധ അസുഖമില്ലാതെ നടക്കുന്നു. അപ്പോൾ പട്ടിയുടെ കാലൊടിഞ്ഞാലും നിങ്ങൾക്കറിയാം, അവരുടെ തൂക്കി ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഓടി നടക്കും. കുറച്ചു കാലം ഓടിക്കഴിഞ്ഞാൽ അവരുടെ കാലൊക്കെ ശരിയാവുന്നത് കാണും. അസുഖം വന്നാൽ പട്ടിണി കിടക്കും. ഒരു പട്ടി അസുഖം വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാനായിട്ട് നിർബന്ധിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ നോക്കും, ഇവന് ഏറെടാ എന്നുള്ള അർത്ഥത്തിൽ. ഒരു വിവരമില്ലാത്ത മനുഷ്യനോ എന്നുള്ള അർത്ഥത്തിലാണ് നോക്കുന്നത്. 2 ദിവസം കഴിയുമ്പോൾ അവൻ ചെന്നിട്ട് ഒരു പുല്ല് കടിച്ചിരുന്ന് കാണും. അത് കഴിഞ്ഞ് 1 ദിവസം വെയിലത്ത് കിടന്നു കഴിഞ്ഞാൽ അവൻ്റെ എല്ലാവിധ അസുഖവും കാണും. നമ്മളാണെങ്കിലോ മരിക്കാൻ പോലും ICU വേണ്ട സ്ഥിതിവിശേഷത്തിലാണ് വന്നത്. മരിക്കാൻ 3 ലക്ഷം രൂപയെങ്കിലും ചുരുങ്ങിയത് നമുക്കിന്ന് വേണം. ഇലുകിൽ പമ്പരം തിരിയും മാനസം അറിയാതം പിളി മയങ്ങുവാവൂ ചഞ്ചകം പനിവീർ ചന്ദ്രികേ ഇനി പൂങ്കവൾ കുളിരിൽ മെല്ലെ നീ തഴുകുവാവൂ ചഞ്ചകം ചഞ്ചകം
മേടമഞ്ഞും മൂടുമീ ഒന്നും പൊയ്കയും പാലിലാവിൻ ശയ്യയിൽ മയങ്ങും വേളയിൽ താളം പൂവനിൽ നീയും നോമാ താനേ വീണുറങ്ങുന്നു പെണ്ണൽ കന്യകേ താരകങ്ങൾ തുന്നുമീ രാവിൻ്റെ രാവിൽ കിലുകിൽ പമ്പരം തിരിയും മാനസം അറിയാതം വിളി മയങ്ങുവാവൂ നമ്മുടെ ഒരു പുണ്യപ്പെട്ട അമ്മയുടെ 11ാം വർഷം, അതായത് മൈക്കിളിന്റെ അമ്മ മരിച്ചിട്ട് 14ാമത്തെ വർഷമാണത്. ഒരുപക്ഷെ അമ്മയുടെ ദൗത്യം മൈക്കിളിനെ പോലെ ലോക നന്മക്കായി ഒരു മകന് ജന്മം കൊടുക്കുക എന്നുള്ളതായിരിക്കും. മൈക്കിളിന്റെ ചെയ്യുന്നതൊക്കെ ഈ മറ്റുള്ളവർക്ക് നന്മ ഉണ്ടാകട്ടെ എന്ന് തോന്നുന്നു. നിങ്ങൾ ഇവിടെ വരാൻ കാര്യം നിങ്ങളുടെ എന്തെങ്കിലും നന്മ ഉണ്ടായിരിക്കും. ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം നമുക്ക് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഇതിലൊക്കെ മനസ്സിന് നന്മയുള്ളവർക്ക് നിലനിൽക്കാറുള്ളൂ. അതിനകത്ത് വന്നു പോകുന്ന ഒരുപാട് ഉണ്ടാവും, പക്ഷെ മനസ്സിന് നന്മയുള്ള ആൾക്കാരെ നിലനിൽക്കാറുള്ളൂ. അതുപോലെ നിങ്ങളും ചെയ്തതിന്റെ നന്മ കൊണ്ടായിരിക്കണം നിങ്ങളിവിടെ എത്തിച്ചേർന്നത്. നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ കുടുംബം പോലെയാണ് പോകുന്നത്. വെള്ളത്തിലാണെങ്കിൽ എല്ലാവരും കരക്കാരുടെ കുടുംബത്തിൽ ഞങ്ങൾക്ക് ഇത് പറയാൻ സമയം കിട്ടാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇടയ്ക്ക് വരുന്നതിനെ കുറിച്ച് പറയാൻ സമയം കിട്ടാറില്ല. അന്വേഷണം തോന്നുന്നുണ്ട്. വെള്ളത്തിൽ കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് പോകുന്നുണ്ട്, കാര്യങ്ങൾ അറിയുന്നുണ്ട്. പിന്നെ മൈക്കിളിനാണെങ്കിൽ എല്ലാ മാസവും വന്ന് പോകുന്നുണ്ട്. അപ്പോഴേക്ക് നിങ്ങളൊന്ന് കാണും. നിങ്ങളെല്ലാവർക്കും സന്തോഷം എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇതിന്റെ വാർഷികവും മൈക്കിളിന്റെ അമ്മയുടെ ആണ്ടും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് എല്ലാവർക്കും എല്ലാ ആസ്വദിക്കുന്നു. കുളിരിന്ന് കൂട്ടായുമാം നടന്നു ഇരവിന്റെ നമ്പരം തോന്നുന്നു കുഞ്ഞിന്റെ തേങ്ങലൻ കാതിപ്പതിഞ്ഞു ഇടവമാസത്തിനും മഴ പെയ്തരാവതി കുളിരിന്ന് കൂട്ടായുമാം നടന്നു ഇരവിന്റെ നമ്പരം തോന്നുന്നു കുഞ്ഞിന്റെ തേങ്ങലൻ കാതിപ്പതിഞ്ഞു തെരുവിന്റെ കോവില പീഡികത്തിന്നയിൽ ഒരു കൊച്ചു കുഞ്ഞിൻ കരച്ചി തെരുവിന്റെ കോവില പീഡികത്തിന്നയിൽ ഒരു കൊച്ചു കുഞ്ഞിൻ കരച്ചി ഇനിയും തിരഞ്ഞു ഞാൻ അവിടേക്കു ചെന്നപ്പോ ഇത് നെഞ്ചറിയാതെ തേങ്ങി ഇനിയും തുറന്നു ഞാൻ അവിടേക്ക് ചെന്നപ്പോ ഇതെഞ്ചറിയാതെ തേങ്ങി ഞാനിനി എന്തെന്നറിയാതെ നിൽക്കവേ എൻ കണ്ണൊരു തീരഭാഷ്പം ഇത്തെരുവിൽ പിറക്കുന്ന പെൺകുട്ടിക്കു വേണ്ടി ഇക്കവിതയും ദുഃഖവും മാത്രം ഇത്തെരുവിൽ പിറക്കുന്ന പെൺകുട്ടിക്കു വേണ്ടി ഇക്കവിതയും ദുഃഖവും മാത്രം. പ്രിയമുള്ള മുരളീധരൻ, ബഹുമാനപ്പെട്ട മൈക്കിളിയേട്ടൻ, മറ്റു സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരി, ഇവിടെ മുമ്പ് കുറെ അടുപ്പിച്ചൊക്കെ വരുമെങ്കിലും കുറച്ചു നാളായി എനിക്ക് ഇതുപോലെയുള്ള വാർഷിക പരിപാടിയിൽ മാത്രമാണ് വരാൻ കഴിയുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും അടിയന്തര ഘട്ടങ്ങളിലാണ് നമ്മളിവിടെ വരുന്നത്. വളരെ മനോഹരമായ അടുത്തും ചുറ്റയോടുകൂടി ഇപ്പോൾ
നമ്മുടെ ഇവിടുത്തെ അച്ഛനമ്മമാരുടെ ജീവിതം എല്ലാ സൗകര്യങ്ങളോടുകൂടി ഇവിടെ കൃത്യമായി നടന്നു പോകുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇളവന്നോർമ്മ കുട്ടിയിലെ മാറി കളപുറ്റി തണിഞ്ഞു വിരഹത്തും ചൂടന്തോ വിയർത്തുണ്ടോ നിന്ന് നീറിയുണ്ടോ ഇളവന്നോർമ്മ കുട്ടിയിലെ മാറി കളപുറ്റി തണിഞ്ഞു വിരഹത്തും ചൂടന്തോ വിയർത്തുണ്ടോ നിന്ന് ചെറിയുണ്ടോ ഇളവന്നൂർമ്മ കുട്ടിയിലെ നമ്മുടെ ഈ ട്രസ്റ്റിന്റെ ചെയർമാൻ ശ്രീ ജി മൈക്കിൾ, അതുപോലെ നമ്മുടെ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ മോഹനൻ, ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന ശ്രീ ധർമ്മപഞ്ചായത്തും മറ്റ് ഈ സ്ഥാപനത്തിലെ അന്തേവാസികൾ എന്ന് പറയുന്ന പ്രിയപ്പെട്ട അച്ഛനും അമ്മമാരെ, വലിയ സന്തോഷമാണ് യഥാർത്ഥത്തിൽ ഇത്തരമൊരു ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ. കാരണം നാളെ നിങ്ങളിൽ ഒരാളാകേണ്ട ഞാനുമെന്നൊരു ചിന്ത എൻ്റെ മനസ്സിൻ്റെ അകത്ത് ഉണ്ട്. ഈ പുതിയ കാലഘട്ടത്തിൽ നമുക്ക് ആർക്കും മക്കളെ പ്രതീക്ഷിച്ചുകൊണ്ട് സംരക്ഷണം കിട്ടുമെന്ന് ചിന്തിക്കുന്നത് തന്നെ വലിയ മടയത്തരമാണ്. ആ ചിന്തയാണ് നിങ്ങളിലൊരാളായി നാളെ ഞാനും മാറുമെന്ന ബോധത്തിലേക്ക് എന്നെ കൊണ്ടുവന്നിട്ടുള്ളത്. ചടങ്ങിൽ പ്രത്യേകിച്ച് നൽകിയിട്ടുന്ന അമ്മയുടെ 11ാമത് ഓർമ്മദിനം കൂടിയാണ്. ഈ ചടങ്ങിൽ പങ്കെടുക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഒരു ഭാഗ്യമായി കരുതുകയാണ്. മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും കിടക്കാതെ എല്ലാവർക്കും ആത്മാർത്ഥമായ സ്നേഹം അറിയിച്ചുകൊണ്ട് എൻ്റെ വർത്തമാനം അവസാനിപ്പിക്കുന്നു. வந்து என்னோடு கலந்து விடு உயிரே உயிரே என்னை உன்னோடு கலந்து விடு நினைவே நினைவே எந்த நெஞ்சோடு கலந்து விடு நிலவே நிலவே ഇന്നിവിടെ കൂടിയിരിക്കുന്ന ഒത്തുചേരലിൽ സംബന്ധിക്കാൻ സാധിച്ചത് തന്നെ എൻ്റെ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. കാരണം ഈ അച്ഛനമ്മമാരോടൊപ്പം ഈ ഒരു ദിവസം പങ്കിടാൻ സാധിച്ചതിൽ ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. പിന്നെ സ്നേഹതീരത്തെ കുറിച്ച് കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. കാരണം ധനപസാറും ബാക്കി എല്ലാവരും നല്ല രീതിയിൽ വളരെ നല്ല രീതിയിൽ പോകുന്നതിനെ കുറിച്ച് സംസാരിച്ചു. എല്ലാ മാസവും ഇവിടുത്തെ വിശേഷങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയാറുണ്ട്. പക്ഷെ എല്ലാ മാസം ആദ്യ ഞായറാഴ്ച നടക്കുന്ന മീറ്റിങ്ങോട് എനിക്ക് എത്തിപ്പെടാൻ സാധിക്കാറില്ല. അത് എൻ്റെ ഒരു വലിയൊരു വീഴ്ച തന്നെയാണ്. പക്ഷെ എങ്കിലും സാധിക്കുന്ന വേളകളിലെല്ലാം എത്തിച്ചേരാൻ ഞാൻ വളരെയധികം ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് ഇന്നും ഇവിടെ എത്തിച്ചേർന്നത്. ബഹുമാനപ്പെട്ട നമ്മുടെ അധ്യക്ഷൻ മുരുകൻ, സെക്രട്ടറി മിസ്റ്റർ ബെനഡിക്ട്, ട്രസ്റ്റിൻ്റെ സെക്രട്ടറി മിസ്റ്റർ മോഹനൻ, ഏറ്റവും നമുക്ക് ബഹുമാനിക്കപ്പെട്ട മിസ്റ്റർ മൈക്കൽ, നമ്മുടെ ഈ സ്ഥാപനം ഉദ്ഘാടനം ചെയ്തിട്ട് ഇന്നത്തേക്ക് 15
വർഷമായി. നമ്മളുടെ എല്ലാ പുരോഗതിക്കും കാരണഭൂതമായ മിസ്റ്റർ മൈക്കിളിന്റെ അമ്മ നമ്മളോട് വിടവിട്ടിട്ട് ഇന്ന് 11 വർഷം തികയാണ്. അപ്പൊ നമ്മളുടെ ഈ വാർഷിക ആഘോഷവും അമ്മയുടെ വിയോഗവും നമ്മൾ 30-ാം തീയതിയാണ് ശരിയായിട്ടുള്ള ദിവസമെങ്കിലും ഞായറാഴ്ചയാണ് എല്ലാവർക്കും സമ്മതിക്കാൻ സൗകര്യമുള്ളത് കൊണ്ടിട്ട് ഇന്നത്തേക്ക് മാറ്റി ആ ആഘോഷവും ഇന്ന് നമ്മൾ ആഘോഷിക്കുകയാണ്. അമ്മയ്ക്ക് വേണ്ടി നമ്മൾ എല്ലാവിധ പ്രാർത്ഥനകളും അർപ്പിക്കുകയാണ്. കൂടാതെ ഇന്ന് നമ്മുടെ ഈ വാർഷിക യോഗത്തിൽ പങ്കെടുക്കാൻ വന്നിട്ടുള്ള എല്ലാ മറ്റുള്ള വ്യക്തികളോടും പ്രത്യേകിച്ച് ട്രസ്റ്റ് മെമ്പേഴ്സിനോടും എല്ലാവിധ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. ഇവിടുത്തെ ഈ കൂടാതെ നമ്മളുടെ തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള 3-4 വ്യക്തികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർക്കും പ്രത്യേകിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. യോഗ്യതകളുടെ അവസാനിപ്പിക്കുന്നു. പാട്ടുകൾ പാടുന്നത് ആഗ്രഹമുള്ളവർക്ക് പാടാം. അവളുടെ നാരിമ 9 വന്ദിച്ചുവായിരുന്നു. കല്ലുകൾ ചത്തിപ്പടുക്കുമാ കൈകൾ കല്ലിനെ കരുളത്തായിരുന്നു. അല്ലാതെ ഭൂമികൾ നാരിമാർ കല്ലിനെ ഇരുളവായിരുന്നു.
കുഞ്ഞിക്കിടാവിന്നു നൽകാൻ അമ്മ നെഞ്ചിൽ പാലാഴിയേന്തി 1000 കൈ നീട്ടി നിന്നു സൂര്യതാപമായി താതന്റെ ശോകം വിട ചൊല്ലവേ നിമിഷങ്ങളിൽ ജലരേഖകൾ വീണലിന്നു കനിവേകുമീ വെൺമേഘവും മഴ നീർക്കിനാവായി മറഞ്ഞു ദൂരെ പുള്ളോർക്കുടം കീണുറങ്ങി കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു എന്തേ പുള്ളോർക്കുടം പോലെ തേങ്ങി മഞ്ഞിൽ പൂവേലിക്കൽ കൂടി പാടി കാലം പിടിക്കുന്ന വാരാട്ടി പക്ഷിക്കും താലി കിട്ടുന്നല്ലേ തേനും ഭയന്നും രാവിൽ പോകും വാനം പാടി തേനും ഭയന്നും രാവിൽ പോകും വാനം പാടി രാഗം ശ്രീരാഗം പാടും നീ വീണ്ടും 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 ഒരു പാട്ട് പാടിയിട്ട് പോന്നാ